ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ വന്ന് നിന്ന് നമ്മളെ സുഖവിവരം അന്വേഷിക്കാൻ, എൻ്റെ സുഖം പറയാനൊന്നുമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവിൽ, കാരണം നമ്മളൊക്കെ ലൈവ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ലൈവിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രശ്നങ്ങൾ വരികയെന്ന് വെച്ചാൽ ഒരുപാട് ചതികളുണ്ട് ലൈവിൽ. അപ്പോൾ അതെല്ലാം മക്കളും മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇനി വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് സൗഹൃദം അഭിനയിച്ച് പെണ്ണുങ്ങളാണെങ്കിൽ പോലും നമ്പർ വാങ്ങുക, എന്നിട്ട് കുറച്ച് ദിവസം നല്ല സ്നേഹത്തോടെ സംസാരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിലാണ്, എനിക്ക് കാറിൻ്റെ CC അടയ്ക്കാൻ പൈസ അല്ല, എൻ്റെ ആങ്ങളെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 5000 റുപ്യ നീ എനിക്ക് അയച്ചു തരുമോ, ഗൂഗിൾ പേ ചെയ്ത് തരുമോ? ഗൾഫിലിരിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ എത്രത്തോളം ബുദ്ധിയില്ലാത്ത പെൺകുട്ടികളെ പറ്റിക്കാൻ ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് പെണ്ണുങ്ങളോട് ചെയ്യുന്നതാണ്. ഇനി വേറൊരു വശം ആണുങ്ങളോട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും രോഗമോ അവസ്ഥയോ കണ്ടിട്ട് ഒരു കുടുംബത്തിനെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം ആ സഹായിച്ച ആളെ പൈസ 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 കൊണ്ട് ആ ആവശ്യം, ഈ ആവശ്യം, മറ്റേ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ നിൽക്കുക. അതും വേണ്ടാത്തൊരിതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു സഹായം ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ നിരന്തരമായിട്ട് നിങ്ങൾ ഉപദ്രവിക്കല്ലേ. കാരണം നിങ്ങളെ നമ്പറേ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കല്ലേ. അവർക്ക്, ഈ തരുന്നവർക്കും കൂട്ടവും കുടുംബവും ബന്ധവും സ്വന്തവും ഭാര്യയും മക്കളും ഉമ്മയും ബാപ്പയും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഒരു മനുഷ്യനെ സഹായിക്കണം എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ സഹായിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. എപ്പോഴെങ്കിലും നമുക്കൊരു അത്യാവശ്യം വന്നാൽ, അത്രയും ഘട്ടത്തിലൊരു അത്യാവശ്യം വന്നാൽ നമുക്കൊരു 10 രൂപ തരുമോ ചോദിക്കാനുള്ള ഒരു അവസരം പോലും നിങ്ങൾ ഇതിലൂടെ നഷ്ടപ്പെടുത്തുകയാണ്. നിരന്തരം എനിക്കതിന് വേണം, ഇതിന് വേണം, മറ്റതിന് വേണം. എന്താണ് നിങ്ങൾ മറ്റുള്ള മക്കളെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു സ്ത്രീകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാകുന്ന എന്താണ്? അപ്പം എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന ലൈവിൽ, എൻ്റെ ലൈവിൽ വരുന്നവരും മറ്റുള്ള ലൈവിൽ പോണവർ അവർ പറഞ്ഞു കൊടുക്കട്ടെ. എൻ്റെ ലൈവിൽ വരുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നമ്പർ ആർക്കും കൊടുക്കല്ലേ. നമ്പർ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ചതിയിൽപ്പെടല്ലേ. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. കാരണം അവർ വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് കടമുണ്ട്, അവർക്ക് ബാധ്യത ഉണ്ട്, അവർക്ക് പൈസ വേണം, കടം വീട്ടണം, ഞാൻ നിനക്ക് പിന്നെ തരാം. ഇതാണ് മനുഷ്യന്മാരാവശ്യം. പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം. അപ്പോൾ ഇത് എല്ലാവരും ഓർമ്മയിൽ വെക്കുക. ലൈവിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ലൈവിൽ വരിക. ലൈവ് തീരുന്നതുകൂടാ ബന്ധം തീരണം. നമ്പർ കൊടുക്കാനും അവരായിട്ട് സൗഹൃദം വെക്കാനും നിങ്ങൾ നിൽക്കല്ലേ. നിങ്ങൾ ചിലപ്പോൾ ഒരു നല്ല മനസ്സോടുകൂടിയായിരിക്കും നമ്പർ കൊടുക്കുന്നതും സംസാരിക്കുന്നതും, ഒരു സ്ത്രീ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾക്ക് പാര വേറെ വരും. ഈ നമ്പർ അവർ വേറെ ആരെയും കൊടുത്ത്, അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടാൽ വേറെ ആരെയും ഈ നമ്പർ കൊടുത്ത് നിങ്ങളെ ട്രാപ്പിലാക്കാനുള്ള വഴിയും ഈ നമ്പറിലൂടെ നടക്കും. കുടുംബം കുളന്തുകൊണ്ടും നിങ്ങളൊക്കെ വീട്ടിൽ മക്കളും ഭർത്താവും കുടുംബം ഉമ്മയും ബാപ്പയും എല്ലാം ഉണ്ട്, ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും. ഇതൊന്നും നമ്മളെ കുടുംബങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ലൈവിൽ വരിക, ലൈവ് തീരുന്നവരെ ലൈവിൽ നല്ല തമാശകളും, അതും പരിധിവിട്ട തമാശകൾ ആരും ലൈവിൽ പറയാൻ നിൽക്കരുത്. കാരണം ലൈവിൽ പരിധിവിട്ട തമാശകൾ പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്ന ഇവരെ നമ്മൾക്ക് ഏത് വഴിയും കയ്യിലെടുക്കുക എന്നുള്ളൊരു ചിന്താഗതി വരെ ഈ ലൈവിൽ വന്ന് തമാശ ഒരുപാട് പറയുമ്പോൾ അതിലൂടെ അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നില്ല മറുപടി പറഞ്ഞാൽ നമ്മൾ ചിരിക്കും, നമ്മൾ കുറച്ച് നേരം സന്തോഷിക്കും, നമ്മളങ്ങോട്ട് പോകും. പക്ഷേ നമ്മളെ അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. കുറേ മക്കൾ എൻ്റെ കൂടെയുണ്ട്. ഈ മക്കളിൽ കുറേ മക്കൾ എനിക്ക് പല സ്ക്രീൻഷോട്ടുകളും പല ഇതുകളും എനിക്ക് വിട്ടു തരുന്നുണ്ട്. അപ്പോൾ ഇതെന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മളടുത്ത് നന്നായി നിൽക്കുന്ന മനുഷ്യന്മാർ പോലും പല രൂപത്തിലുള്ള മനുഷ്യന്മാരാണ്. അത് നിങ്ങൾ ചിന്തിക്കുക. സ്നേഹത്തോടുള്ള ആൾക്കാരാണ് നമ്മളടുത്ത് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ അവരൊക്കെ ചാനലുകളും മറ്റുള്ളതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല രൂപങ്ങളിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാതും നിങ്ങൾ വെളുത്തതെല്ലാം പാലാണെന്ന് വിചാരിക്കില്ലേ. നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ലൈവിൽ വന്ന് നമ്പറുകൾ കൈമാറി നാളെ നിങ്ങളെ കുടുംബം കുളം തോണ്ടേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ പോവല്ലേ. ലൈവാണ്, കുറച്ച് നേരം സംസാരിക്കുക, ചിരിക്കുക, കളിക്കുക, സന്തോഷിക്കുക, നിങ്ങളെ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക.
ഈ ലൈവ് എനിക്ക് അത്ര മാത്രമേ ഞാൻ പറയാനുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ നല്ല ബന്ധങ്ങൾ, അത് നമുക്ക് എന്ന് നമ്പർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആ ബന്ധങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്പർ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ ബന്ധം കൂടാനും പോകുന്നില്ല. നമ്പർ കൊടുത്തില്ല എന്ന് വെച്ചാൽ ആ ബന്ധം നഷ്ടപ്പെടാനും പോകുന്നില്ല. അപ്പോൾ നമ്പർ കൊടുത്താൽ മാത്രമേ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. അത് നമ്മൾ അടുത്തറിയാവുന്ന നമ്മളെ പരിസരവാസികളായ നമ്മൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായ ആൾക്കാർ, അവരെ വർഷങ്ങളോളം നമ്മൾ ചാനലിലും ഇതിലും കണ്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാർ കൊടുക്കുക. ഒരാൾ ഗൾഫിൽ നിന്ന്, ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വന്നിട്ട് നമ്മളോട് നമ്പർ ചോദിക്കുമ്പോൾ അതിൽ നിങ്ങൾ ചിന്തിച്ചോളി, നമുക്ക് പാര വരുന്നുണ്ടെന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെതിരിടാനുള്ള നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളെ കൂടെ നിൽക്കണം. പക്ഷേ ചില ഭർത്താക്കന്മാർ നിന്നെന്ന് വരില്ല, തെറ്റിദ്ധരിക്കും. കാരണം പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരാം. ഈ നമ്പർ കൊടുക്കുന്നതിലൂടെയും നിങ്ങൾ സംസാരിക്കുന്നതിലൂടെയും പല പ്രശ്നങ്ങളും നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് വരാം. അത് നല്ലോണം ചിന്തിച്ചോളി നിങ്ങൾ. ഇത് ലൈവാണ്, സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ നല്ലതും വരും കെട്ടതും വരും. നല്ലതിനെ മാത്രം നിങ്ങൾ എടുക്കുക, കെട്ടതിനെ നിങ്ങൾ ഒഴിവാക്കുക. എല്ലാവരെയും ഒരേമാതിരി നിങ്ങൾ കാണരുത്. അപ്പം അതിൽ വരുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് അപകടങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പെരുമാറുക. ഓരോ ഭർത്താക്കന്മാരും ലൈവിലേക്ക് വരുന്നതും സംസാരിക്കുന്നതും വേണ്ട എന്ന് പറഞ്ഞ് ലൈവ് ഡേഞ്ചറാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. കുടുംബം കുളം തോണ്ടാനായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പെണ്ണുങ്ങളെ സോപ്പിട്ട് പിടിക്കുക, എന്നിട്ട് അവിടുന്ന് കാശ് വാങ്ങിക്കുക, എന്നിട്ട് ആ ബന്ധം ഒഴിവാക്കുക. നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഏതോ നാട്ടിൽ കിടക്കുന്ന മനുഷ്യന്മാർ നമ്മളെക്കൊന്ന് സ്നേഹത്തോടെ കുറച്ച് പൈസയും വാങ്ങിയിട്ട് അവർ നമ്പറങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. നിങ്ങൾ എവിടെ പോയി തരും? അതേമാതിരി തന്നെ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആൺകുട്ടികളും ഇത് ചെയ്യുന്നുണ്ട്. ഒരു വട്ടോ രണ്ട് വട്ടോ കഷ്ടതയും ദുരിതങ്ങളും ആലോചിച്ച് കൊടുക്കുന്നവരെ വീണ്ടും 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 ഇത് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അത് ആലോചിച്ചിട്ട് പെരുമാറുക. ഒരു കുട്ടി ഇന്നലെ വന്ന് എന്നോട് ചോദിച്ചാണ്, ഉമ്മ എന്താ ചെയ്യേണ്ടത് എന്ന്. ഞാൻ പറഞ്ഞു നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചൂഷണത്തിനായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് എൻ്റെ പൊന്നു മക്കൾ രക്ഷപ്പെടുക, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അസ്സലാമു അലൈക്കും. വേറെ വീഡിയോസായിട്ട് കാണാം.